ഇത് അരി ബോയിൽ ചെയ്യാൻ വേണ്ടി തട്ടുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യ ഗേറ്റ് ബസ്മതി ക്ലാസിക് ഹൈദരാബാദ് ബിരിയാണി. ഇങ്ങനെ വേദന നിൽക്കും. മറ്റേ ഓവർ വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. എന്താ 15 പാക്കറ്റ് തൈര് 8 ലിറ്റർ. ഇതിന് വേറെ പച്ച സവാളയോ തക്കാളിയോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഇതിന് വറുത്ത സവാളയാണ് നമ്മൾ കൊടുക്കുക. ഇത് മസാലൻ്റെ ഫൈനൽ പോയിന്റ്. ഇതിപ്പോൾ ഇത് കാണുന്നത് നെയ്യ്, മിൽമ നെയ്യ്. ഈ പച്ചക്കളറായിട്ട് കാണുന്നത് കസൂരി മേത്തി. എടുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉപ്പും പുളിയെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ 1 മണിക്കൂർ ഒന്ന് വെക്കണം. നമസ്കാരം. ഞാനിന്ന് നമ്മളെ ദർബാർ ഹോളിലാണ് കേട്ടോ, കൊടുങ്ങല്ലൂർ. നമ്മൾ പുല്ലൂറ്റ് പോണ വഴി. നല്ല രസമുള്ള കൺവെൻഷൻ സെൻ്ററാണിത്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കും അറിയാം. അൻവർക്ക, തലശ്ശേരി അൻവർക്ക മേക്ക് ചെയ്യുന്ന ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷൻ കാണാനാണ് നമ്മൾ വന്നത് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ പുന്നക്കോസല ടേസ്റ്റി കാറ്ററിംഗ് ആണ്. അവർ ഈ തലശ്ശേരി സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാറ്ററിംഗ് യൂണിറ്റാണ്. അപ്പോൾ അവരെ ഒരു കല്യാണ പരിപാടിയാണത്. 4 മണിക്ക് എണീറ്റ് വന്നതാണ്. ഇപ്പോൾ സമയം 6 മണിയായി. എനിക്ക് അരമണിക്കൂറുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല ഇരുട്ട്, നല്ല ഭംഗിയുള്ള സ്ഥലം, പുഴയും. ഇത് പുല്ലൂറ്റ് പാലം കേട്ടോ ആ കാണുന്നത്. അൻവർക്കൊന്ന് അങ്ങോട്ട് വാങ്ങിക്ക്. പുല്ലൂറ്റ് പാലമാണ് ആ കാണുന്നത്. വലിയ കൺവെൻഷൻ സെൻ്ററാണ്. വലിയ കല്യാണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ മേക്കിംഗ് കാണാം. നമസ്കാരം. ഇന്നെന്താ പരിപാടി ഇവിടെ? ഇന്ന് നമ്മൾ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി. അതെ, തലശ്ശേരി സ്പെഷ്യലാണ്. തലശ്ശേരി ഹൈദരാബാദ് തലശ്ശേരി സ്പെഷ്യലാണ്. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം മട്ടൻ ബിരിയാണി 65. ഇത് എത്ര 1000 പേർക്കുള്ള. ഇത് ഇവിടെ ബീഫ് ബിരിയാണി ഉണ്ടല്ലോ. ബീഫ് ബിരിയാണി ഉണ്ട്, ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. കല്യാണ സീസൺ ആണല്ലോ. കല്യാണ സീസൺ. ഇപ്പോൾ ഗൾഫ് വെക്കേഷനും എല്ലാം ഉണ്ട്. കല്യാണ സീസണായിട്ട് അങ്ങനെ പോകുന്നത്. നമ്മളതിൻ്റെ ഇത് കാണാം നമുക്ക്. എത്ര ചെമ്പുണ്ട്? ഇതിപ്പോൾ മൊത്തം 5 ചെമ്പ് ഉണ്ടാവും. ഒരു ചെമ്പിൽ എങ്ങനെയാണ് അതിൻ്റെ കണക്ക്? ഒരു ചെമ്പിൽ 200 ആൾക്കുള്ള ഫുഡ്. 40 കിലോ ചിക്കൻ ടോട്ടൽ. 40 കിലോ ടോട്ടൽ 200 ചിക്കൻ ഉണ്ടാവും. ബീഫ് ബിരിയാണി ഉണ്ടല്ലോ, രണ്ടും കൂടിയിട്ടാണ്. ഞാൻ ഇപ്പോൾ ഒരു ചെമ്പിൻ്റെ മേക്ക് നമുക്ക് കാണാം. ഒരു 200 ആൾക്കുള്ള, അതായത് ഒരു 40 കിലോ മീറ്റ് ഇട്ടിട്ടുള്ള അതിൻ്റെ മിക്സിങ് നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഒരു 40 കിലോ മീറ്റാണ് ഇടുന്നത് നമ്മൾ. ഇത് പീസ് വലിയ പീസായിരിക്കും. വലിയ പീസ് ഒരു മീഡിയം പീസ്. ഓവർ വലുതല്ല. ഓവർ വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഈ കാല് ശരിക്കും വിട്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ രക്തത്തിൻ്റെ അംശം കാണും. അപ്പം ആദ്യം തന്നെ നമുക്ക് ഉപ്പിടാം. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ ഉപ്പ്. ഇത് സാജീരകം, അത് ഏകദേശം ഒരു 1/2 കിലോ വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി. ഇതെന്താ കാശ്മീർ ചില്ലിയാണോ? കാശ്മീർ ചില്ലി. നല്ല കളറും കിട്ടൂല. നല്ല കളർ കിട്ടും. പിന്നെ ഓവർ മുളക് പൊടിൻ്റെതായിട്ടുള്ളൊരു കുത്തൽ വരില്ല. മറ്റേതാകുമ്പോൾ ഒരു ലോക്കൽ മിക്സിങ് കയറി വരും. ഇത് മഞ്ഞൾ പൊടി. ഇത് നമ്മളൊരു മെയിൻ ഉസ്താദ് കേട്ടോ. വേറെന്താ നിങ്ങളെ പേര്? നാസർ തലശ്ശേരി. ഇപ്പോഴത്തെ ഇപ്പോഴത്തത് കുരുമുളക് പൊടി. അതൊരു 300 ഗ്രാം. ഇതാ കുരുമുളക് പൊടി തന്നെ ഒരു 300 ഗ്രാം. ഇത് കുറച്ച് മല്ലിപ്പൊടി, അതൊരു 300 ഗ്രാം ഉണ്ട്. ഈ മാഗി ക്യൂബാണ്, അതൊരു 200 ഗ്രാമിൻ്റെ അടുത്ത് അതുണ്ട്. അതിനടുത്തത് ഇത് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, ഏകദേശം ഒരു 1.5 കിലോ ഉണ്ടാവും. പോരെ. ഇത് നമുക്ക് 65 മാറ്റി വെക്കാം. ഇത് ഇഞ്ചി പേസ്റ്റ് തന്നെ, അത് ഏകദേശം ഒരു 1.5 കിലോ. ഇനി ഇതിൽ വേണ്ടത് തൈര്. ഇത് മല്ലി പുതിന, അതൊരു 1/2 കിലോ ഉണ്ടാവും. 1/2 കിലോ ഉണ്ടാവും. ഇതിനടുത്ത് നമുക്ക് തൈര് പൊട്ടിക്കണം. അതിപ്പോൾ ഏകദേശം ഒരു 200 ആക്കുമ്പോൾ ഒരു 8 ലിറ്റർ തൈര്. തൈര് അവിടെ വെച്ചോ. ഒരു സാധനം കൊണ്ട് അതിൽ കുറച്ച് പച്ചമുളക് കൊടുക്കാനുണ്ട്, അതും കൊണ്ട് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ആൾ ഇത് രീതി വേറെ ആയിരിക്കും, ചെറിയ ആൾക്കാരത്.
ഒരു 15 ലിറ്റർ തൈര്, 15 പാക്കറ്റ് തൈര്, 8 ലിറ്റർ. ഇതിന് വേറെ പച്ച സവാളയോ തക്കാളിയോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഇതിന് വറുത്ത സവാളയാണ് നമ്മൾ കൊടുക്കുക. വറുത്ത സവാള, പിന്നെ തൈര്, ബാക്കിയിലിപ്പം കൊടുത്ത കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ ഒന്ന് വെക്കണം. ഒന്ന് പിടിക്കണം. എന്നിട്ട് നമ്മൾ ഇത് അടുപ്പത്ത് കയറ്റാം. ഇപ്പോൾ നമ്മൾ 8 ലിറ്റർ തൈര്, അതായത് 16 പാക്കറ്റ് തൈര് പൊട്ടിച്ചിട്ട് കഴിഞ്ഞ് ഇനി ഇതിലുള്ളത് വറുത്ത സവാള. ഞാൻ നേരത്തെ പറഞ്ഞ പച്ച സവാള ഇല്ല, തക്കാളി ഇല്ല, വറുത്ത സവാളയാണ് ഇതിൻ്റെ മിക്സിങ് വരുന്നത്. അപ്പോൾ ഇതും കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 മണിക്കൂർ ഒന്ന് വെക്കണം. അപ്പോൾ അരിയും അവിടെ പുതിർത്തി വെച്ചിട്ടുണ്ട്, അത് ഒരു 1-1.5 മണിക്കൂർ അതും കുതിരണം. എന്നിട്ടാണ് ഇതിന് പോലെ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ചേരുവകൾ ഇട്ട് കഴിഞ്ഞ് ഇതിനൊന്ന് മിക്സ് ചെയ്യുക. ആസേബേ നമ്മളെ ചട്ട എടുത്തോ, ഒറ്റൊരു മിക്സിങ്. ഇത് ചെറുനാരങ്ങ നീര്, മെയിൻ തൈര് തന്നെയാണ്. മെയിൻ തൈര്. മറ്റേ ബിരിയാണി വ്യത്യാസം. ഇതിൽ മട്ടൻ ബിരിയാണി, നമ്മൾ തലശ്ശേരി മട്ടൻ ബിരിയാണി ചെയ്യുന്നത് അതിൽ പച്ച സവാള തക്കാളി എല്ലാം ആണല്ലോ. അപ്പോൾ തക്കാളിയും പച്ച സവാളയും ഇല്ല, ഇതിൽ വറുത്ത സവാളയാണ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച മിൽമൻ്റെ നെയ്യ്, അതായത് 1 ലിറ്റർ, അത് മസാലയിൽ മിക്സ് ചെയ്യുന്നത്. അതായത് 200 ആക്കുള്ള ഞാൻ പറഞ്ഞു 40 കിലോ മീറ്റിന് 1 കിലോ. നല്ലോണം മിക്സ് ചെയ്ത് എടുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉപ്പും പുളിയെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ 1 മണിക്കൂർ ഒന്ന് വെക്കണം. 1 മണിക്കൂർ വെച്ചിട്ടാണ് നമ്മൾ അടുപ്പത്ത് കയറ്റുക. നേരെ റൈസ് ഊറ്റുക, ഇതിലേക്ക് തട്ടുക, കത്തിക്കുക. റൈസ് ബോയിലുള്ള പരിപാടി. ഇന്ത്യ ഗേറ്റ് ക്ലാസിക് അരി ഒരു 30 കിലോ, അതായത് 1 MBയിലേക്കുള്ള 200 ആൾക്കുള്ള 30 കിലോ. സൺഫ്ലവർ ഓയിൽ അല്ലേ? സൺഫ്ലവർ ഓയിൽ, ചെറുനാരങ്ങ, പിന്നെ ഏലംപട്ട, ഗ്രാമ്പു, ബേ ലീഫാണ് കൊടുത്തത്. ഇതിപ്പോൾ എത്ര ആൾക്ക് ഉള്ളത്? ഇത് 200 ആൾക്കുള്ള. മൊത്തം 1000 ആൾക്കാണ്, അതിലിപ്പോൾ 200 ആളെന്നാണ് നമുക്ക് കാണിക്കുക. നേരത്തെ മസാല കോട്ട് ചെയ്തതും അതുതന്നെ 200 ആൾക്കുള്ളത്. അപ്പോൾ ഒരു 3/4 കിലോ ഉപ്പ്. കല്ലുപ്പുള്ള. വെള്ളം ഒന്ന് തിളച്ചോട്ടെ. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ റൈസ് ഇടുക. ഒന്ന് വേവായി കഴിയുമ്പോൾ ഊറ്റിയിട്ട് നേരെ അതിലേക്കിടും, തീ കത്തിക്കും. ഇത് മസാലൻ്റെ ഫൈനൽ പോയിൻ്റ്. അതായത് ഇപ്പോൾ ഇത് കാണുന്നത് നെയ്യ്, മിൽമ നെയ്യ്. ഈ പച്ചക്കളറായിട്ട് കാണുന്നത് കസൂരി മേത്തി. കസൂരി മേത്തിയും കൂടെ ഇതിൽ ആഡ് ചെയ്യേണ്ട സാധനമാണ്. അത് നേരത്തെ നമ്മളോട് പറയാൻ വിട്ടുപോയി സംഭവം. ഇത് അരി ബോയിൽ ചെയ്യാൻ വേണ്ടി തട്ടുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യ ഗേറ്റ് ബസ്മതി ക്ലാസിക്. ഇത് ഞാൻ ഈ റൈസ് ആയിട്ടുണ്ട്. റൈസ് ഊറ്റിയിടാൻ പോകുന്നു. ഇതിൻ്റെ അരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വേവ് കറക്റ്റായിട്ടില്ലെങ്കിൽ പണി പാളും. വേവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ വിഷയമാണ്. അരി ബോയിലാണ് ടൈം ഏകദേശം ഒരു അരമണിക്കൂർ, ഒരു 40 മിനിറ്റ് ആണ് ഇതിൻ്റെ ബോയിലാകുന്നൊരു സമയം. കാരണം ഇത് ഓവറായിട്ട് പോകാനും പാടില്ല. ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ദമ്മും കൂടി കയറുമ്പോൾ റൈസ് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയാൽ ഇതിൻ്റെ ഭംഗി പോയി. ഇതിൻ്റെ പ്രത്യേകിച്ച് ലോങ് റൈസിൻ്റെ ഒരു സ്വഭാവം അതാണ്. പൊട്ടിയാൽ പിന്നെ അതിൻ്റെ ഭംഗി പോയി. അതാണിത് ഊറ്റിയെടുക്കുന്നതിൻ്റെ മെയിൻ കാരണം. ഇതിനിപ്പോൾ ഫിനിഷിങ് പോയിൻ്റ്. ഇതിന് ദം ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിനുള്ള ചെറിയൊരു കളറ്, റെഡ് കളറ്, ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു റെഡും യെല്ലോ കളർ. യെല്ലോ കളറ് ഇത് അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് കൊടുക്കണം. നെയ്യ് കൊടുക്കുക. 2 മുന്തിരി, നേരത്തെ സവാള വറുത്തത്. അപ്പോൾ ഇതിപ്പോൾ ദമ്മിൻ്റെ ഏകദേശം സെറ്റപ്പായി. ഇനിയിപ്പോൾ ഇതിന് സീൽ ചെയ്യാൻ പോകുന്നു. മൈദ വെച്ച് ഒട്ടിച്ച് സീൽ ചെയ്യാൻ പോകുന്നത്. ഇതാകുമ്പോൾ എയർ ഒന്നും പുറത്തേക്ക് പോകില്ല. ഇതിന് ഏകദേശം ഒരു മണിക്കൂർ ഒന്ന് ദമ്മ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് പൊട്ടിക്കുക, സെർവ് ചെയ്യുക. ഇനി ഇത് അടക്കാൻ പോകുന്നു. അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് ദമ്മിട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മളിത് പൊട്ടിക്കാൻ പോകുന്നു. ഹൈദരാബാദ് ബിരിയാണി. പേര് സ്റ്റാർട്ടാൻ പറ്റുമോ? ഫസ്റ്റ് ഒരു ബിസ്മില്ലാ. അപ്പോൾ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ടൈം ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞില്ല അത് മുട്ടിട്ട്. ഇത് പൊട്ടിക്കാൻ പോകുന്ന ഇപ്പോൾ റൈസിനാണ് പ്രത്യേകത അല്ലേ? എൻ്റെ റൈസിനാണ് പ്രത്യേകത. ഇങ്ങനെ വേദന നിൽക്കും. മറ്റേ ഓവർ വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. എന്താ അപ്പോൾ അതാണ് ആ ലെവലിൽ എടുത്തിട്ടില്ലെങ്കിലും പണിയാണ്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അടിയിൽ മസാല കിട്ടും. ചിക്കൻ കൂടെ ഓക്കെ. നമ്മൾ ചെയ്യുന്നത് ടേസ്റ്റി കാറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതും ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ഇനിയും മറ്റ് ഐറ്റംസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.